നമസ്കാരം. നമ്മൾ 2-3 ദിവസങ്ങളായിട്ട് കാണുന്നത് 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഏകദേശം 800 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു വാർത്തയാണ്. അതിനേക്കാൾ വലിയൊരു തട്ടിപ്പ് ഗ്രാജ്വലി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് പറയാതെ മുമ്പോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഇതേ വിഷയത്തിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ മധ്യവർഗം തൊട്ട് താഴോട്ടുള്ളവർക്ക് എപ്പോഴും പണം ആവശ്യമാണ്. ചെറിയ ചെറിയ തുകകളാണ് അവർക്ക് ആവശ്യമാണ്. സാധാരണ കൂലിപ്പണിക്കാരനല്ല, സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളിന് പരമാവധി കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 800 തൊട്ട് 1000 വരെയാണ്. തടിപ്പണിക്കും മറ്റൊക്കെ പോകുന്നവർക്ക് 1200 വരെയൊക്കെ പല പ്രദേശങ്ങളിൽ കിട്ടുന്നുണ്ട്. ഈ പണം മുഴുവൻ എങ്ങോട്ട് പോകുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ NBFCകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്ത്രീ ശാക്തീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. എത്ര കമ്പനി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. പല കമ്പനികളും പല ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ സപ്പോർട്ടോടുകൂടി അവരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയൊക്കെ നമുക്ക് മൊത്തത്തിൽ എന്ന രീതിയിൽ വേണേൽ പറയാം. പിന്നെ പല കമ്പനികളും വലിയ ആശീർവാദങ്ങളൊക്കെ നൽകുന്ന കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെ തന്നെ 20,000 രൂപ 30,000 രൂപ വെച്ച് 5 പേരടങ്ങുന്ന സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും ഗ്രൂപ്പായി കൊടുത്തിട്ട് എല്ലാ ആഴ്ചയിലും അവരുടെ വീട്ടിൽ രാവിലെ 6 മണിക്കും രാത്രി 8 മണി വരെയൊക്കെ നടന്ന് പിരിച്ച് അവരുടെ അന്നത്തെ അന്നത്തിനുള്ള പൈസ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് പരിചയം ഇല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത വീടുകളിലൊക്കെ ചോദിച്ചറിയാം. ഇവർ ഈ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളിൻ്റെ അന്നത്തെ വരുമാനം പിറ്റേ ദിവസം രാവിലെ മേടിച്ചുകൊണ്ട് പോകുന്നു. തിങ്കളാഴ്ച പണിക്ക് പോയ പൈസ ചൊവ്വാഴ്ച ഒരാൾ മേടിക്കുന്നു, ചൊവ്വാഴ്ച പണിക്ക് പോയ പൈസ ബുധനാഴ്ച ഒരാൾ മേടിക്കുന്നു. ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ, ഞായറാഴ്ചയിൽ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ, അതിന് ഭൂകമ്പം ഉണ്ടായാലും ഭൂമി കുലുങ്ങി ആൾക്കാർ മരിച്ചാലും വീട്ടിലെ മൂത്ത ഒരാൾ അല്ലെ അച്ഛൻ മരിച്ചു കിടന്നാൽ പോലും മൈക്രോ ഫിനാൻസുകാരൻ പൈസയ്ക്ക് വേണ്ടി, പിരിവിന് വേണ്ടി വീട്ടിൽ വന്ന് ബഹളം വെക്കുന്ന അവസ്ഥ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. നിശബ്ദമായ ആൾക്കാർ പറയാതിരിക്കുകയാണ്. 5ഉം 6ഉം സ്ത്രീകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് പൈസ കൊടുത്തിട്ട് ഒരാൾ പൈസ അടച്ചില്ലെങ്കിൽ അടുത്ത സ്ത്രീയോട് നിങ്ങളുടെ പൈസ കൂടി, അവരുടെ പൈസ കൂടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീടുകളിൽ കുത്തിയിരുന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ദയനീയമായ ഒരു കാഴ്ച പലപ്പോഴും കാണേണ്ടി വരുന്നു. അടൂർ സെൻട്രലിൽ പ്രവർത്തിക്കുന്ന ചെറിയ സ്ഥാപനത്തിൽ 3 മണിക്ക് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു, അവർക്ക് 5 മണിക്ക് പറ്റത്തുള്ളൂ, അന്നേരത്തെ പൈസ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. എച്ചിൽ തുടങ്ങുന്ന ഒരു ബാങ്ക് മൈക്രോ ഫിനാൻസ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ 2 സ്റ്റാഫ്, ഒരു ഗുണ്ടയെ പോലെ ഒരുത്തനും കൂടി ഒരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ടേ അവന്മാർ പോകാറുള്ളൂ. സ്ത്രീകളോടാണല്ലോ സംസാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് എടുത്ത സമയത്ത് അവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ 5 പേരിൽ ഒരാൾ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പൈസയും കൊണ്ടേ പോകൂ എന്ന രീതിയിൽ ഓരോ വീടുകളിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ ഇവരുടെ കയ്യിൽ നിന്നുള്ള ഇവരുണ്ടാക്കിയെടുക്കുന്ന അവർക്ക് വേണ്ട അന്നന്നത്തേക്ക് വേണ്ട വരുമാനത്തിനുള്ള പൈസ, അന്നത്തിനുള്ള പൈസ, മക്കളെ സ്കൂളിൽ വിടാനുള്ള പൈസ, അവർക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ ഒക്കെ തന്നെ മൈക്രോ ഫിനാൻസുകാരൻ വാങ്ങിക്കൊണ്ടു പോകും. ഇതിനൊക്കെ തന്നെ 18, 20, 30% പലിശയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ തന്നെ അവർ പണം കൊടുക്കുന്നത് അവരുടെ പാർട്ടിക്കാരനും അവരുമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ യൂണിയൻ, അതായത് ഭരിക്കുന്ന ഭരണകക്ഷിക്ക് വേണ്ടിയുള്ള ആൾക്കാർ, അതായത് ഓരോ സഹകരണ സംഘങ്ങൾ ഭരിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം പൈസ കൊടുക്കുന്നു. അത് അവരുടെ ആവശ്യത്തിന് ആ സമയത്ത് പ്രയോജനം ചെയ്യാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, ആൾക്കാർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ഓർക്കേണ്ട മറ്റു ഗൗരവമായ ഒരു കാര്യം, പല റോഡിന്റെ സൈഡിലും മൈക്രോ ഫിനാൻസ് പലചരക്കടാന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടു. ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ ഒരു പ്രമുഖ ഫിനാൻസ് കമ്പനി, അവർ സ്മോൾ സ്കെയിലായിട്ട് വന്ന ഒരു ബാങ്കാണ്. അവർ ചെയ്യുന്നത് 50,000 രൂപ ലോൺ പാസ്സാക്കിയിട്ട് 20,000 രൂപ ഇവർക്ക് കയ്യിൽ കൊടുക്കുന്നു, പോയിട്ട് 10,000 രൂപയ്ക്ക് പാത്രം കൊടുക്കുന്നു, ആവശ്യമില്ലാത്ത പാത്രം അടിച്ചേൽപ്പിക്കുന്നു. പാത്രം കൊടുത്തതിന് ശേഷം ബാക്കി 20,000 രൂപയ്ക്ക് ഓരോ ആഴ്ചയിലും 2,500 രൂപ വെച്ചുള്ള പലചരക്ക് സാധനങ്ങൾ ആ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഈ പലചരക്ക് സാധനം അവർ വാങ്ങിച്ച് കഴിക്കുന്ന ആഹാരത്തിന്, ആ പലചരക്ക് സാധനത്തിന് മേടിക്കുന്ന 2,500 രൂപയ്ക്കും ഈ പറയുന്ന 24%, 26% പലിശ വാങ്ങുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഇവൻ എങ്ങും പോകരുത്, ഒരിക്കൽ വന്ന് ഞങ്ങളുടെ കെണിയിൽപ്പെട്ടാൽ ജീവിതകാലം മൊത്തം ഞങ്ങളുടെ ഇടയിൽ തന്നെ കിടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് പലരും വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്നത്. തുച്ഛമായ ശമ്പളം കൊടുത്ത് നാട്ടുകാരെ മൊത്തം അവനെതിരാക്കി തെറി വിളിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. സ്ത്രീകൾ പോലും, പിരിവിന് വരുന്ന സ്ത്രീകൾ പോലും വളരെ മോശമായിട്ടാണ് സ്ത്രീകളോട് സംസാരിക്കുന്നത്. ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്.
പോലീസിൽ പരാതി കൊടുക്കാൻ സ്ത്രീകൾക്ക് പറ്റില്ല. പോലീസിൽ പരാതി കൊടുത്താൽ ചോദിക്കും നിങ്ങൾ ലോൺ എടുത്തിട്ടല്ലേ എന്ന് പോലീസ് ചോദിക്കും. പോലീസ് അതിന്റെ നിയമവശങ്ങളെയോ ആ വീട്ടിൽ പോയി ഉണ്ടാക്കുന്ന ബഹളങ്ങളെ പറ്റിയല്ല നോക്കുന്നത്. നീ ലോൺ എടുത്തിട്ടല്ലേ, നീ പെണ്ണുങ്ങളെല്ലാം അവിടെ ചേർന്ന് ലോൺ, നിനക്ക് വന്നൊരു പണിയില്ലായിരുന്നോ, ഈ രീതിയിലായിരിക്കും പോലീസ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അന്നത്തിന് വേണ്ടി ഭർത്താവ് ജോലി ചെയ്തിട്ട് വരുന്ന, അല്ലെ ഭാര്യയും ഭർത്താവും കൂടി ജോലി ചെയ്തിട്ട് വരുന്ന പൈസ മുഴുവൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്തെന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ ബ്ലേഡ് മാഫിയേക്കാൾ വലിയൊരു മാഫിയ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന, അതായത് ഇൻ ചെയ്തിട്ട് ആകെ വിട്ടുകൊണ്ട് വരുന്ന ഗുണ്ട പിരിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക രംഗം, സാധാരണക്കാരന്റെ സാമ്പത്തിക രംഗം മാറിയിരിക്കുന്നു സർക്കാരെ എന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നോൺ ഓർഗനൈസേഷൻ, അതായത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അത് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് പണം പറ്റിയ അനന്തുവിനെ പോലെ തന്നെ പൈസ എല്ലാ രാഷ്ട്രീയക്കാരനും ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ട് ആവശ്യമാണല്ലോ, അല്ലെങ്കിൽ പാർട്ടി സമ്മേളനം വരുമ്പോൾ ഫണ്ട് ആവശ്യമാണല്ലോ, നേതാവ് റോഡിലൂടെ പോകുമ്പോൾ അതിന് ചിലവുണ്ടല്ലോ, പിന്നെ ഈ നേതാവിന് ദിവസവും രാവിലെ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ അതിന് പൈസ വേണമല്ലോ. ഈ പൈസയൊക്കെ ഇവരുടെ നിന്ന് മേടിക്കുന്നുണ്ടായിരിക്കും, ഇതൊന്നും പുറത്തു വരുന്നില്ല. നാളെ ഇതെല്ലാം തന്നെ ഈ വലിയ ശൃംഖല ഇവിടെ സാധാരണക്കാരൻ ആത്മഹത്യ ചെയ്ത് വീഴുമ്പോൾ, ഇവിടുത്തെ വീട്ടമ്മമാർ കയറിൽ തൂങ്ങുമ്പോൾ മാത്രമേ സർക്കാരിന് ബോധം വരുത്തുള്ളൂ. അപ്പോഴും സർക്കാർ ഇവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴും പറയുന്നത് അവരോടൊപ്പം ഈ പൈസ എടുത്തിട്ടുള്ളതാണെന്നല്ലോ. ഇതാണ് അവസ്ഥ. ഇത് തന്നെയാണ് കേരള സർക്കാർ ഒരു വഴിയിൽ കൂടി വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങുന്നവരെ പിടിച്ചു പറിക്കുന്നു. മൈക്രോ ഫിനാൻസറിന് വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ അന്നം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പട്ടിണി പെരുകി ഈ നാട്ടിൽ സാധാരണ ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴെങ്കിലും ഈ സർക്കാരിന്, ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് ഒന്ന് കണ്ണു തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലേ എന്ന് മോഹിച്ചു പോവുകയാണ്. ഇതൊക്കെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതൊക്കെ പറയാതിരുന്നാൽ പിന്നെ നമ്മളൊക്കെ എന്താകും? വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.